CPM വിട്ട മുൻ ഏരിയ കമ്മിറ്റി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും CPM ചെർപ്പശ്ശേരി മുൻ ഏരിയ കമ്മിറ്റി അംഗവും നെല്ലായ ലോക്കൽ കമ്മിറ്റി അംഗവുമായ വിജയൻ ചന്ദ്രത്തൊടി, പൊട്ടച്ചിറ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ CP ബഷീർ എന്നിവരാണ് പാർട്ടി വിട്ടത്. നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM ചെർപ്പശ്ശേരി മുൻ ഏരിയ കമ്മിറ്റി അംഗവും നെല്ലായ ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ പ്രസിഡന്റുമായ വിജയൻ ചന്ദ്രത്തൊടിയും CPM മേലെ പൊട്ടച്ചിറ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഇപ്പോൾ പൊട്ടച്ചിറ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ CP ബഷീർ എന്നിവരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി അറിയിച്ചത്. നേതൃത്വത്തിന്റെ തുടർച്ചയായുള്ള അവഗണനയിൽ മനമടുത്താണ് രാജിയെന്നും നേതാക്കൾ പറഞ്ഞു. ചില വ്യക്തികളുടെ തീരുമാനമാണ് നെല്ലായയിലെ CPMൽ ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇതിന് ഏരിയ ജില്ലാ നേതൃത്വം കൂട്ടുനിൽക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതായി, വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. 2020 മുതൽ മാറ്റി നിർത്തുന്ന സമീപനം പാർട്ടി സ്വീകരിച്ചു. ഇതെല്ലാമാണ് രാജി തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും ഇവർ പറഞ്ഞു. നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ പണിയെടുക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിനും അവരുടെ ദൈനംദിന കാര്യങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി ആ ഭാഗത്ത് യാതൊരു വികസനവും നടത്താതെ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സമീപന രീതി നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. 2020 മുതൽ നമുക്ക് അനുഭവപ്പെട്ടത് എന്താ വെച്ചാൽ നമ്മൾ മത്സരിച്ചു എന്നുള്ളതാണ്. ഇന്നേ വരെ CPMൻ്റെ ഒരു ഇതിലും തോറ്റവരെ ജയിപ്പിച്ചവരെ തോൽപ്പിച്ചതായിട്ടുള്ള ചരിത്രം നമുക്കറിയില്ല. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജനാധിപത്യ രീതിയിലാണ് മത്സരിച്ചത്, ജനാധിപത്യ രീതിയിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു. പക്ഷേ നമ്മളെ പരാജയപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് നമ്മളെ മാറ്റി നിർത്തിയത് എന്ന് CPMൻ്റെ ഒരു നിയമാവലി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ തന്നെ മത്സരിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് പരസ്യമായി തന്നെ പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് കാരണം മാനസികമായി നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമ്മളെ അവഗണിക്കുന്ന ഒരു സമീപന രീതി ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും, അതുപോലെ തന്നെ 2020 ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മളെന്തോ ഒരു വലിയ പാതകം ചെയ്തതായിട്ടാണ് നേതൃത്വം കാണുന്നത്. അങ്ങനെ നമ്മളെ അകറ്റി നിർത്തുന്നതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇനിയും നമുക്ക് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു സഹായവും അതുപോലെ തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ എനിക്ക് കഴിയാതെ വരും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് സ്വമേധയാ രാജിവെച്ചതായിട്ട് അത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രസ്സിൽ വന്നിട്ട് ഇരിക്കണം. അല്ലാതെ നമ്മൾ മറ്റൊന്നും ഈ വിഷയത്തിൽ കാണുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വികസന കാര്യങ്ങളായാലും പാർട്ടി നയങ്ങളായാലും ബ്രാഞ്ചിൽ നടക്കുന്ന പരിപാടികളായാലും ഒക്കെ തന്നെ പാർട്ടി ബ്രാഞ്ചിന് ഒരു അധികാരവുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത്. ഈ പാർട്ടിയോടൊപ്പം ഞാൻ സഞ്ചരിച്ചത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുണ്ട്. 3 ടൈമിൽ ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറായിക്കൊണ്ട് ലോക്കൽ കമ്മിറ്റി സെൻറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. DYFIയുടെ മേഖലാ പ്രസിഡൻറ്റ്, മേഖലാ സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി അംഗം, ബ്ലോക്ക് ട്രഷറർ എന്ന രൂപത്തിലും ഈ സംഘടനയ്ക്കൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. പക്ഷേ അന്നൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാനും അതിന് മറുപടി തരാനും മേൽഘടകങ്ങളിലുള്ളവർ തയ്യാറായിരുന്നു. പക്ഷേ അത്തരമൊരു പ്രവണത ഇന്ന് ഈ പാർട്ടിക്കകത്ത് ഇല്ല എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നവരെ, വിമർശിക്കുന്നവരെ, അല്ലെങ്കിൽ അപാകത കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെയെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന, അവഗണിക്കുന്ന സമീപനമാണ് അടുത്ത കാലത്തായി ഈ പാർട്ടിയിൽ ഉള്ളത്. അവഗണനയുടെ അവസാനം അവഗണന സഹിച്ചുകൊണ്ടും ഇതിൽ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ നിർത്തില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി LC സഖാക്കൾ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് രാജി കൊടുത്തത്. നെല്ലായ പഞ്ചായത്തിലും കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവരുടെ ഒത്താശയോടെ വൻ അഴിമതിയാണ് നടന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ പാർട്ടി വിരുദ്ധരായി ചിത്രീകരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. നമ്മൾ ഘടകങ്ങളിൽ ചോദിക്കുമ്പോൾ
എന്താണ് പ്രവർത്തനം നടത്താത്തത്, ഫണ്ട് ചെലവഴിക്കാത്തത്, അതേപോലെ തന്നെ വികസനങ്ങൾ നടത്താത്തത്, വികസനത്തിലെ അപാകതകളെക്കുറിച്ചൊക്കെ തന്നെ ചോദിക്കുമ്പോൾ അതിനൊന്നും തന്നെ ഉത്തരം നൽകാതെ ഫണ്ടില്ല എന്നുള്ളൊരു രൂപത്തിലുള്ള മറുപടികളും ഇതോടൊപ്പം കിട്ടുകയാണ്. ഏകദേശം 2023-24 കാലഘട്ടത്തിൽ നെല്ലായ പഞ്ചായത്തിനകത്ത് ചെലവഴിക്കാതെ ലാപ്സാക്കിയത് 7 കോടിയോളം രൂപയാണ്. 5,44,00,000 രൂപയോളം പ്ലാൻ ഫണ്ടിൽ നിന്നും അതേപോലെ തന്നെ 2 കോടിയോളം രൂപ MGയിലും ചെലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നെല്ലായിൽ എന്നുള്ളത്. മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി വിടുന്നത് സ്ഥാനാർത്ഥിയാക്കാത്തതിലോ മറ്റോ അല്ലെന്നും ഇവർ പറഞ്ഞു. വളരെ ദുഃഖകരമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഞാനിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് വളരെ സങ്കടകരമായ ഒരു രൂപത്തിലാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പല ആളുകളും ഇപ്പോൾ ഈ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തി മത്സരിക്കാൻ വേണ്ടി സ്വതന്ത്രനായിട്ട് പോകും. പക്ഷേ ഞാൻ ഒരു വർഷം തന്നെ ഞാൻ 2000-ലാണെന്ന് തോന്നുന്നു, പിന്നെ മുത്തുവിനറിയല്ലോ, 2000-ലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ എനിക്കെതിരായി മത്സരിച്ച വ്യക്തി ആ വാർഡിൽ യാതൊരു ആളുകളും അറിയാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് 40 വോട്ടിന് വിജയിച്ചത്. അതിൻ്റെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പിന്നെ നമുക്ക് അറിയാം. അന്ന് ഞാൻ ഈ പാർലമെൻ്ററി നിർത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ ഈ പാർലമെൻ്ററിയിലേക്ക് കടന്നിട്ടില്ല. ഇനി ഞാൻ ഒരിക്കലും ഈ ജീവിതത്തിൽ പാർലമെൻ്ററിയിലേക്ക് കടക്കില്ല എന്ന് തീരുമാനിച്ചുറച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പറാവാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു സംവിധാനം ചിലപ്പോൾ നമ്മുടെ ആളുകൾക്ക് തോന്നും, നമ്മുടെ പത്രക്കാർക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോകും. പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി അംഗമായ ഹനീഫ ചരലിലും ഇവരോടൊപ്പം പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നതായി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF-ന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.